നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗ്രീഷ്മയുടെ കൊടുമുറൂർത കേരളം മുഴുവൻ ചർച്ചയായതാണ്. ഒടുവിൽ തൂക്കുകയർ വിധിച്ചപ്പോൾ ഗ്രീഷ്മ ദുരഭിമാനം തലയ്ക്ക് പിടിച്ച് കുടുംബത്തിലുള്ളതാണെന്നും ഇതിനു മുമ്പും ഇത്തരത്തിൽ സംഭവങ്ങൾ കുടുംബത്തിൽ നടന്നിട്ടുണ്ടെന്നുമുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് 3 സഹോദരങ്ങളാണുള്ളത്. ഒരു സഹോദരിയും 2 സഹോദരന്മാരും. ഈ കുടുംബത്തിലെ മറ്റൊരു ദുരൂഹമരണം സംശയങ്ങൾ ഇരട്ടിയാക്കുന്നുണ്ട്. ദുരഭിമാനം തലയ്ക്ക് പിടിച്ചവരാണ് ഗ്രീഷ്മയുടെ കുടുംബം. കാരണവരെ പോലെ എല്ലാം നിയന്ത്രിക്കുന്നത് ഗ്രീഷ്മയുടെ അമ്മയുടെ ആദ്യ സഹോദരനാണ്. 13 കൊല്ലം മുമ്പായിരുന്നു ദുരൂഹമായ ആ മരണം. ഗ്രീഷ്മയുടെ അമ്മയുടെ ചേച്ചിയുടെ മകനായിരുന്നു ആത്മഹത്യ ചെയ്തത്, അതായത് ഗ്രീഷ്മയുടെ ചേട്ടൻ. ഈ പയ്യൻ അടുത്തുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട യുവതി വിവാഹം ചെയ്തു. അതിനുശേഷം കുടുംബം ഒറ്റപ്പെടുത്തി, സമ്മർദ്ദത്തിലാക്കി. അവരുടെ 3 കുട്ടികളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. ഒരിക്കലും ആ യുവാവ് ആത്മഹത്യ ചെയ്യില്ലെന്ന് കരുതുന്നവരുണ്ട്. ഷാരോണിനെ ഗ്രീഷ്മ കൊലപ്പെടുത്തിയെന്ന് തെളിയുമ്പോൾ ആ ആത്മഹത്യയും ചോദ്യചിഹ്നമായി തുടരുകയാണ്. ഗ്രീഷ്മയുടെ വീട്ടിലെ കാരണവർ അമ്മയുടെ മൂത്ത സഹോദരനാണ്. എല്ലാം തീരുമാനിക്കുന്നതും ഈ സഹോദരനാണ്. ഈ സഹോദരന് പുറമെയാണ് രണ്ടാമനായി നിർമ്മലകുമാരൻ നായരുള്ളത്. കൂട്ടത്തിൽ ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് ചേച്ചിയുമുണ്ട്. ഈ ചേച്ചിയുടെയും ഗ്രീഷ്മയുടെയും അമ്മയുടെയും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് മൂത്ത സഹോദരനാണ്. നിർമ്മലകുമാരൻ നായരും അനുസരിക്കുന്നത് ചേട്ടനെ തന്നെ. ഗ്രീഷ്മയുടെ അമ്മയുടെ ചേച്ചിയുടെ മകൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട യുവതിയുമായി പ്രണയത്തിലായി. ഇതിനെ എല്ലാ അർത്ഥത്തിലും മൂത്ത അമ്മാവൻ എതിർത്തു. ഇതിനെ അവഗണിച്ചാണ് ആ പെൺകുട്ടിയെ യുവാവ് ജീവിത സഖിയാക്കിയത്. 3 മക്കളുടെ അച്ഛനുമായി. പക്ഷേ സഹോദരിയുടെ മകന്റെ വിവാഹത്തെ മൂത്ത അമ്മാവൻ അംഗീകരിച്ചില്ല. ഭാര്യയും മക്കളെയും വീട്ടിൽ പോലും കയറാൻ അനുവദിച്ചില്ല. ഒടുവിൽ അവരെ ഉപേക്ഷിക്കാൻ യുവാവിൽ സമ്മർദ്ദം ശക്തമാക്കി. ഒടുവിൽ യുവാവ് മരിച്ചു. വിഷം ഉള്ളിൽ ചെന്നായിരുന്നു മരണം. അതിനെ ആത്മഹത്യയുടെ ലേബലിൽ കുടുംബം എത്തിച്ചു. പ്രണയിച്ച് വിവാഹം ചെയ്ത യുവതിയുടെ കുടുംബം സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ മരണത്തിന്റെ അന്വേഷണ സമ്മർദ്ദം ചെലുത്താനുള്ള പ്രാപ്തി ഇല്ലാതെ പോയി. അങ്ങനെ ആ യുവാവിന്റെ മരണം ആത്മഹത്യ എന്ന രേഖകളിൽ കുറിച്ചു. ഷാരോൺ കേസിൽ ഗ്രീഷ്മയുടെ വിഷം കൊടുക്കൽ ചർച്ചയാകുമ്പോൾ ആ കേസിലും ദുരൂഹത ശക്തമാണ്. താഴ്ന്ന ജാതിക്കാരിയെ വിവാഹം ചെയ്ത സഹോദരപുത്രനെ അമ്മാവന്മാർ തന്ത്രത്തിൽ വിഷം കൊടുത്തു കൊന്നതാകാമെന്ന് കരുതുന്നവർ ആ പ്രദേശത്ത് ഇപ്പോഴുമുണ്ട്. ഈ യുവാവിന്റെ ഭാര്യയും പിന്നീട് മരിച്ചു. ക്യാൻസർ ആയിരുന്നു കാരണം. 3 മക്കളിൽ ഒരാളും രോഗത്താൽ മരിച്ചു. മറ്റു 2 പേർ അമ്മയുടെ ബന്ധുക്കൾക്കൊപ്പമാണ് കഴിയുന്നത്. സ്വന്തം ചോരയായിട്ടും ഈ കുട്ടികളെ അംഗീകരിക്കാൻ ഗ്രീഷ്മയുടെ അമ്മാവന്മാർ ഇനിയും തയ്യാറായിട്ടില്ല എന്നാണ് സൂചന. ഷാരോൺ മരിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചാനൽ അന്വേഷണം നടത്തിയിരുന്നു. അന്ന് പാറശാലയ്ക്ക് അടുത്തുള്ള ബന്ധുവീട്ടിൽ കഴിയുന്ന ഈ കുട്ടികളെ നേരിട്ട് പോയി പ്രതിനിധികൾ കണ്ടിരുന്നു. അച്ഛൻ വീട്ടുകാരുമായി അന്ന് ഇവർക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. വല്യമ്മയുടെ മകന്റെ മരണവും ദുരൂഹതയും എല്ലാം ഗ്രീഷ്മയ്ക്കും അറിയാവുന്നതാണ്. ഇത് മനസ്സിലാക്കിയാണോ അമ്മാവനെ കൂടി കാമുകനെ കൊല്ലാൻ കൂടെ കൂട്ടിയതെന്ന സംശയം സജീവമാണ്. ഗ്രീഷ്മയ്ക്ക് കൊലക്കയർ കിട്ടി. അമ്മാവന് 3 കൊല്ലം തടവും. വിചാരണ തടവുകാരനായി ഈ അമ്മാവൻ 1 കൊല്ലം ജയിലിൽ കിടന്നു. അതായത് 2 കൊല്ലം കഴിയുമ്പോൾ അമ്മാവൻ പുറത്തു വരും. ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടതിനെതിരെ തുടർ നടപടികൾ ഉണ്ടാവില്ലെന്നും പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ഒരിക്കലും അപ്പീൽ നൽകേണ്ട ആവശ്യമില്ല. അന്വേഷണ സംഘത്തിന് നൽകിയ കുറ്റസമ്മത മൊഴിയല്ലാതെ മറ്റൊന്നും അവർ തെളിവ് നശിപ്പിച്ചതിന് പോലീസിന് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് കോടതിക്ക് ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിടേണ്ടി വന്നതെന്നും പ്രോസിക്യൂഷൻ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.